ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് സക്കായിയെ കണ്ട രണ്ട് വ്യത്യസ്തമായ കണ്ണുകൾ. അതിലൊന്ന് സൃഷ്ടാവായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കണ്ണുകളും, രണ്ട് സൃഷ്ടികളായ മനുഷ്യൻ്റെ കണ്ണുകളുമാണ്. സൃഷ്ടാവായ ദൈവം തൻ്റെ സൃഷ്ടികളിലൊന്നായ സക്കായിയെ നോക്കിയപ്പോൾ അവനിലുള്ള കുറവിനേക്കാൾ കൂടുതൽ കണ്ടത് അവന് സൃഷ്ടാവിനോടുള്ളതായ സ്നേഹവും സൃഷ്ടാവിനെ കാണുവാനുള്ള അവൻ്റെ ഹൃദയവാഞ്ചയുമാണ്. എന്നാൽ കുറവും ബലഹീനതയുമുള്ള ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ശ്രേഷ്ഠമായ മനുഷ്യൻ തൻ്റെ സൃഷ്ടത്തെ നോക്കിയപ്പോൾ അവൻ്റെ കുറവുകളും അവൻ്റെ പോരായ്മകളും അവനിലെ കുറ്റങ്ങളും കണ്ട് അവനെ കുറ്റപ്പെടുത്തുവാനും ഈ ക്രിസ്തുവിലേക്ക് അടുക്കുന്നതിന് അവന് ഒരു തടസ്സമായി നിൽക്കുന്നതായ പുരുഷാരത്തെയുമാണ് നമ്മളവിടെ കാണുന്നത്. എന്നാൽ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും നിൻ്റെ സമസൃഷ്ടത്തെയും സ്നേഹിക്കുവാൻ കൽപ്പിച്ച കർത്താവിൻ്റെ ശിഷ്യന്മാരായ നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരു ആത്മശോധന ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്ന് എൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? എൻ്റെ സമസൃഷ്ടങ്ങളോടുള്ളതായ എൻ്റെ കാഴ്ചപ്പാടുകൾ ഞാൻ എങ്ങനെയാണ് അവരെ കാണുന്നത്, അവരെ മനസ്സിലാക്കുന്നത് എന്നുള്ളത് ഈ ദിവസം നമ്മൾ പഠിക്കേണ്ടത് അനിവാര്യമാണ്. ഒരു പക്ഷെങ്കിൽ എല്ലാവരും യേശുവിനെ പോലെ ഗുരു ചിന്തിച്ചതുപോലെ ചിന്തിപ്പാനും ഗുരുവിനെ പോലെ കാണുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ എത്രയോ വലിയ നന്മകൾ നമുക്ക് ചെയ്ത് തീർക്കുവാനായിട്ട് കഴിയും. അനേകരെ രക്ഷയെങ്കിലേക്ക് നയിക്കുവാനും അനേകരെ അവരുടെ ജീവിത പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റുവാനും ഒരു പക്ഷെങ്കിൽ നമ്മളുടെ കരുണാർദ്രമായ ഒരു നോട്ടം കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ മറ്റുള്ളവരെ നേടുവാനായിട്ട് കഴിയും. അതേ പ്രിയമുള്ളവരെ, ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ സക്കായിയുടെ ജീവിതത്തിലൂടെ ഇങ്ങനെയുള്ളതായ അനേക വ്യത്യസ്ത ചിന്തകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്താണ് യഥാർത്ഥത്തിൽ കർത്താവ് ഇതിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്, വെളിപ്പെടുത്തുന്നത്? ആരെയും മാറ്റി നിർത്തുവാനോ കുറ്റപ്പെടുത്തുവാനോ തള്ളിക്കളയുവാനോ ഒന്നുമല്ല കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടെ കർത്താവ് മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി, നമ്മളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ചിന്തിച്ച് പ്രവർത്തിച്ചപ്പോൾ ഒരു ഭവനം രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നതാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ അതിൻ്റേതായ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്ന ആ വാക്യം എത്ര വളരെ ആ ഒരു വാക്ക് കേട്ടാട്ട്, യേശു അവനോട്, ഇവനും അബ്രഹാമിൻ്റെ മകൻ ആകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. അതേ പ്രിയമുള്ളവരെ, ഒരു വീട് രക്ഷയുടെ അനുഭവത്തിലേക്ക്, ഒരു വീട് നരകത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുന്നതാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. എന്തുകൊണ്ട്? കർത്താവിൻ്റെ ആ കരുണയോടുകൂടിയതായ ആ നോട്ടം, ആ വാക്കുകൾ, ആ പ്രവൃത്തികൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ രൂപാന്തരം വരുത്തിയതായിട്ട് നമുക്ക് കാണുവാനായി കഴിയുന്നു. അവിടെ തടിച്ചുകൂടിയ പുരുഷാരങ്ങൾക്ക് ആ വലിയ പുരുഷാരത്തിന് ചെയ്യുവാൻ പറ്റാത്തതായ ഒരു വലിയ പ്രവൃത്തി കർത്താവിൻ്റെ ആ കരുണയുള്ളതായ ഇടപെടലിലൂടെ സക്കായുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഒരു പക്ഷെങ്കിൽ ഇന്ന് ശിഷ്യത്വത്തിൻ്റേതായ അവസ്ഥയിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നതുമായ നമ്മുടെ ജീവിതത്തിൽ ഈ ഗുരുവിനെ പോലെ ചിന്തിച്ച് പ്രവർത്തിച്ച് ഈ ഭൂമിയിൽ ചിലരെയെങ്കിലും ഈ നരകത്തിൽ നിന്നും കരകയറ്റി ഈ രക്ഷയുടെ പാതയിലേക്ക് നയിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ പ്രിയമുള്ളവരെ? ഒന്ന് ചിന്തിക്കണമേ. കർത്താവിൻ്റെ ആ വാക്കുകൾ എത്ര മഹത്വമേറിയതാണെന്നാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. ഈ ഒരൊറ്റ വാക്കേ യേശു സക്കായിയോട് പറഞ്ഞുള്ളൂ. അതല്ലാതെ അവൻ്റെ കുറവുകളോ അവൻ്റെ കുറ്റങ്ങളോ
അവൻ ആരായിരിക്കുന്നു, അവൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെ പറ്റിയോ അല്ലെങ്കിൽ നീ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നോ ഒന്നും കർത്താവ് അവിടെ അവനോട് ഉപദേശിക്കുന്നതായിട്ട് കാണുന്നില്ല. ഈ 19-ാം അധ്യായത്തിൽ ഈ സക്കായിയുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് ഈ ഒരൊറ്റ വാക്കുകളാണ്. അത്രമാത്രമേ കർത്താവ് പറഞ്ഞുള്ളൂ. അവൻ ആ സ്ഥലത്ത് വന്ന് ആ സക്കായി കയറിയ മരത്തിൻ്റെ ചുവട്ടിൽ വന്നപ്പോൾ കർത്താവ് നോക്കിയിട്ട് അവനോട് പറഞ്ഞത് ഇത്ര മാത്രമാണ്: സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകും എന്ന് അവനോട് പറഞ്ഞു. സക്കായിയുടെ പേര് വിളിച്ചു, വേഗം ഇറങ്ങി വരുവാനായിട്ട് കൽപ്പിക്കുന്നു. അതിനുശേഷം ആ ഇറങ്ങി വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിലേക്ക് വരുവാനായിട്ട് പോകുകയാണ്, അവിടെ പാർക്കുവാനായിട്ട് വരികയാണ്. സത്യത്തിൽ അതൊരു ആത്മീയമായ അർത്ഥത്തിലേക്ക് ചിന്തിച്ചാൽ ഈ ഭവനം സക്കായിയുടെ ഹൃദയത്തിലേക്കാണ് കർത്താവ് പ്രവേശിപ്പാനായിട്ട് ആഗ്രഹിച്ചത്. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ അവൻ ഹൃദയവാതിൽക്കൽ നിന്ന് മുട്ടുന്നവനാണ്. ആരെങ്കിലും ആ ശബ്ദം കേട്ട് ഹൃദയവാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും, അവിടെ അന്തി ഉറങ്ങും, അവിടെ വസിക്കും എന്നുള്ളതായ ആ ഒരു അർത്ഥത്തെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഒരു പക്ഷെങ്കിൽ അവിടെ പാർക്കുവാൻ മറ്റനേക ഈ സക്കായിയെക്കാട്ടിലും മാന്യന്മാരായ, ശ്രേഷ്ഠന്മാരായ, ആത്മീകരായ അനേകരുണ്ടായിരുന്നേക്കാം. പക്ഷെങ്കിൽ കർത്താവ് തിരഞ്ഞെടുത്തതായ സക്കായിയുടെ ഭവനം, രക്ഷിപ്പാനായിട്ട് ആഗ്രഹിച്ച കർത്താവിൻ്റെ പ്രവൃത്തി, ഒരുപക്ഷെ അവിടെ വീണ്ടും നമ്മൾ കാണുന്നു, സക്കായിയെ നോക്കിയ കണ്ണുകൊണ്ട് തന്നെ അവിടെ കൂടിയ ഒരു കൂട്ടം പുരുഷാരം കർത്താവിനെയും നോക്കുന്നതാണ് അവിടെ കാണുവാനായിട്ട് എൻ്റെ അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോടുകൂടെ പാർക്കുവാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. അതേ പ്രിയമുള്ളവരെ, ഇതിൽ നിന്നും അവിടെ കൂടി വന്നവരുടെ മനസ്സിലിരിപ്പ്, അവരുടെ ഉദ്ദേശം, അവരെന്താണോ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളത് അവിടെ വെളിപ്പെടുകയാണ്. ആരും അതിനു മുമ്പ് അത് പറഞ്ഞില്ല എങ്കിലും ഈ ഒരു വാക്കുകളിലൂടെ അവിടെ കൂടി വന്നവർ സക്കായിയെ പറ്റിയുള്ള അവരുടെ കാഴ്ചപ്പാടും അവരുടെ മനോഭാവവും വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നു. എന്താ പറഞ്ഞത്? കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോടുകൂടെ പാർക്കുവാൻ പോയി. അപ്പോൾ ഇവരെല്ലാം സക്കായിയെ ആരായിട്ടാണ് മുദ്രയിട്ടിരുന്നത്? അവൻ കൊടും ക്രിമിനൽ, അവൻ പാപി, അവൻ ചതിയൻ, അങ്ങനെയുള്ളതായ ആ ഒരു മനോഭാവത്തോടു കൂടി കണ്ട് അവനെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി അവനെ തള്ളിക്കളഞ്ഞപ്പോൾ കർത്താവ് അവനെ മാറോട് ചേർക്കുകയാണ്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ശിഷ്യന്മാരാകുവാൻ ആഗ്രഹിക്കുന്ന ഞാനും നിങ്ങളും കർത്താവ് പറഞ്ഞതായ വാക്കോർക്കണമേ. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും അന്യോന്യം അങ്ങനെ ചെയ്യണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കണം. പരസ്പരം ബഹുമാനിപ്പാനും സ്നേഹിപ്പാനും പഠിപ്പിച്ചു. എന്നൊരു പക്ഷെങ്കിൽ ഈ ഭൂമിയിൽ കുറച്ചു പേരെങ്കിലും ഈ ഒരു പ്രവൃത്തി കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് തീരുമാനിച്ച ശുശ്രൂഷയിലായിരിക്കുന്നവരും ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്നവരുമായ കുറച്ചു പേരെങ്കിലും ഈ ഒരു പ്രവൃത്തി ചെയ്തിരുന്നുവെങ്കിൽ, കർത്താവിൻ്റെ പാത പിന്തുടർന്നിരുന്നുവെങ്കിൽ, ഇന്ന് ഈ ലോകത്തിൽ എത്രയോ പേരെ ആത്മഹത്യയിൽ നിന്നും സമൂഹത്തിൽ അവരെ മറ്റൊരു ദോഷപ്രവൃത്തികളിലേക്ക് പോകാതെയും ഒക്കെ രക്ഷിക്കാമായിരുന്നു. ഇന്നെന്തുകൊണ്ടാണ് ക്രിമിനലുകൾ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നത്? ഒരുപക്ഷേ ചെറുതായ ഒരു തെറ്റിനെ കാണുമ്പോൾ അവരെ ഒറ്റപ്പെടുത്തുകയും തള്ളിക്കളയുകയും സമൂഹത്തിൽ അവരെ താറടിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ചെറിയ ചെറിയ കുറ്റങ്ങൾ വലിയ വലിയ കുറ്റങ്ങൾ ചെയ്യുവാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അവരെ അംഗീകരിക്കുക, അവരെ സ്വീകരിച്ച് അവരുടെ സ്നേഹിപ്പാനായിട്ട്, അവരെ കരുതുവാനായിട്ട്, അവരുടെ ജീവിതത്തിലെ കുറവുകളെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ദൈവത്തിൻ്റെ സ്നേഹത്താൽ അതിനെ തിരുത്തുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ ചില ജീവിതങ്ങളെങ്കിലും നമുക്ക് നേടുവാനായിട്ട് കഴിയുമെന്നുള്ളത് മറന്നു പോകരുത്. ഇവിടെ സക്കായിയെ മാത്രമല്ല ജനങ്ങൾ കുറ്റപ്പെടുത്തുന്നത്, പിന്നെയോ സക്കായിയെ രക്ഷിപ്പാനായിട്ട് വന്ന രക്ഷകനായ സൃഷ്ടാവായ കർത്താവിനെയും അവർ കുറ്റപ്പെടുത്തുന്നു.
അവൻ പാപിയായ ഒരു മനുഷ്യൻ്റെ കൂടെ പാർക്കുവാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞ് കർത്താവിനെതിരെയും പിറുപിറുക്കുന്നതായ ഒരു കൂട്ടരെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ അതിൻ്റെ തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സക്കായിയുടെ ജീവിതത്തിൽ രൂപാന്തരം സംഭവിക്കുന്നു. കുറ്റപ്പെടുത്തലിലൂടെയല്ല അവനെ രൂപാന്തരപ്പെടുത്തിയത്, മറിച്ച് ആ സ്നേഹത്തിൻ്റെതായ ആ വാക്കുകൾ അവൻ്റെ ജീവിതത്തിന് മാനസാന്തരത്തെ വരുത്തി. അവൻ ചെയ്തതായ പ്രവൃത്തികൾ തെറ്റായിരുന്നു എന്ന് വെളിപ്പെട്ടു. അതുകൊണ്ടാണ് സക്കായി നിന്നു കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് പറയുകയാണ്, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. 2 പ്രവൃത്തികൾ അവിടെ കാണുന്നു. ഒന്ന്, പ്രിയമുള്ളവരെ, ധനികനായ ഒരു മനുഷ്യൻ, യൗവനക്കാരൻ, സ്വർഗരാജ്യം പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന് കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. പ്രിയമുള്ളവരെ, നമ്മളവിടെ വായിക്കുന്നത് അവൻ വലിയ ധനവാനായതുകൊണ്ടും അവൻ സമ്പത്തിനെ അധികം സ്നേഹിച്ചതുകൊണ്ടും അവൻ നിരാശയോടെ ദുഃഖിതനായിട്ട് മടങ്ങിപ്പോയി. എന്നാൽ ഇവിടെ ധനികനായ അല്ലെങ്കിൽ ചുങ്കക്കാരനായ സക്കായി എന്താ ചെയ്തതെന്നറിയാമോ? കർത്താവിൻ്റെ വാക്കുകളെ കേട്ടിട്ട് അവൻ്റെ ജീവിതത്തിൽ അവൻ ആദ്യം ചെയ്ത പ്രവൃത്തി, തനിക്ക് ലഭിച്ചിട്ടുള്ളതായ നന്മകളെ, സമ്പത്തിനെ അവൻ പറയുകയാണ്, ചുറ്റുപാടുമുള്ള ദരിദ്രർക്ക് പങ്കുവെച്ചു കൊടുക്കും, ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കും. പ്രിയമുള്ളവരെ, അബ്രഹാമിൻ്റെ മകനായി തീരുവാൻ അവൻ അവിടെ ആദ്യത്തെ പ്രവൃത്തി ചെയ്തു. ദൈവം അബ്രഹാമിനോട് എന്തായിരുന്നു പറഞ്ഞത്? അബ്രഹാമിനോട് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 12-ാം അധ്യായമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നത്, അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായി തീരും, നിന്നിലൂടെ സകല ജാതികളും അനുഗ്രഹം പ്രാപിക്കും. അതേ പ്രിയമുള്ളവരെ, സക്കായി ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. സക്കായി പറഞ്ഞു, എൻ്റെ നന്മകൾ ഞാൻ നേടിയത് ഇന്ന് കർത്താവെ, എൻ്റെ ചുറ്റുപാടുമുള്ള ദരിദ്രർക്ക് ഞാനൊരു അനുഗ്രഹമാകാനായിട്ട് പോകുന്നു. രണ്ടാമതായിട്ട് അവൻ പറയുകയാണ്, ഞാൻ ആരെങ്കിലുമൊക്കെ ചതിച്ചുവെങ്കിൽ, ഞാൻ കാരണം ആരെങ്കിലുമൊക്കെ വേദനിക്കുന്നുവെങ്കിൽ, മുറിപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവെ, ഞാൻ അവരോട് പ്രായശ്ചിത്തം ചെയ്തു കൊള്ളാം. അതിനുശേഷം അവൻ ആ തീരുമാനമെടുക്കുമ്പോൾ കർത്താവ് അവനെ നോക്കിയിട്ട് പറയുകയാണേ, സക്കായിയെ, ഇതാണ് നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു പ്രവൃത്തിയിലൂടെ, ഈ കർത്താവിന് വേണ്ടി നിൻ്റെ ഹൃദയത്തെ സമർപ്പിച്ചതിലൂടെ നീ ഇന്ന് അബ്രഹാമിൻ്റെ മകനെന്ന ആ കുടുംബത്തിൽ ഒരംഗമായി മാറി. ആ രക്ഷയുടെ പ്രവൃത്തിയിൽ, അല്ലെങ്കിൽ ആ കരുണയുടെ കരങ്ങൾ നീട്ടുന്നതിൽ മറ്റുള്ളവർക്ക് നീ ഒരു നന്മയുടെ പ്രവൃത്തിയിലേക്ക് നീ പ്രവേശിച്ചു. നിൻ്റെ ഹൃദയം കർത്താവിന് വേണ്ടി തുറന്നു, നിൻ്റെ കുറവുകളെ ഏറ്റുപറഞ്ഞു, മാനസാന്തരം, വീണ്ടും ജനനത്തിൻ്റെ അനുഭവമുണ്ടാകുന്നു. അങ്ങനെ സക്കായി അനുഗ്രഹം പ്രാപിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, 2 കണ്ണുകൾ, 2 തരത്തിലുള്ള കണ്ണുകൾ സക്കായിയെ കണ്ടു. ഒന്ന്, മാനുഷികമായ കണ്ണുകൾ. കുറവുള്ള മനുഷ്യൻ്റെ കണ്ണുകളാൽ സക്കായിയെ നോക്കിയപ്പോൾ അവൻ കുറ്റക്കാരനും കുറവുള്ളവനും പാപിയും കുള്ളനും കള്ളനും ഒക്കെയായിരുന്നു. എന്നാൽ കുറവില്ലാത്തവനായ, പൂർണ്ണതയുള്ളതായ സൃഷ്ടാവായ കർത്താവിൻ്റെ കണ്ണുകൊണ്ട് സൃഷ്ടിയെ നോക്കിയപ്പോൾ അവനിലെ കുറവുകൾ പരിഹരിക്കപ്പെടുകയാണ്. അവൻ്റെ ഹൃദയം രൂപാന്തരത്തിലേക്ക് വരികയാണ്. നമുക്കും നമ്മളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഈ കർത്താവിനെ കണ്ട് ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടായിട്ടില്ല എങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അതല്ല, കർത്താവിനെ അനുഗമിക്കുന്ന, കർത്താവിൻ്റെ ശിഷ്യന്മാരായിട്ട് ജീവിക്കുന്നവരാകുന്നുവെങ്കിൽ ഈ കർത്താവിനെ പോലെ പ്രവർത്തിച്ച് ചിലരെയെങ്കിലും കർത്താവിന് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി നേടാം. ചിലരെയെങ്കിലും രക്ഷിപ്പാനായിട്ട് നമ്മുടേതായ കരുണയുടേതായ കരങ്ങളെ നീട്ടാം. നമ്മുടെ വാക്കുകൾ, നമ്മുടെ നോട്ടം, നമ്മുടെ പ്രവൃത്തികൾ ചിലരുടെ ജീവിതത്തിൻ്റെ കുറവുകൾ പരിഹരിക്കപ്പെടുവാനും രക്ഷയിലേക്ക് അവർ നയിക്കപ്പെടുവാനും ഇടയായിത്തീരട്ടെ. അതിനുവേണ്ടി സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. അതേ കരുണയുള്ള കർത്താവേ, സ്വർഗീയ പിതാവേ, അങ്ങേപ്പോലെ ആകുവാൻ, യേശുവെ പോലെ ആകുവാൻ ഞങ്ങൾക്കവിടുന്ന് കൃപ തരണമേ. യേശുവിനെ പോലെ ചിന്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ യേശുവിനെ പോലെ ഞങ്ങൾ ചിന്തിച്ച് പ്രവർത്തിച്ച് ഈ ഭൂമിയിൽ ചിലരെയെങ്കിലും അവരുടെ കുറവുകളെ പരിഹരിച്ച് അവരുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തി നിത്യതയിലേക്ക് നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ജീവിതം
ദേശത്തിന്